ഹലോ ഗൈസ്, കോക്കാച്ചിൻ യുകെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഏജന്റിന് സഹായമില്ലാതെ ഒരു പൈസ പോലും ചെലവാക്കാതെ യൂറോപ്യൻ കൺട്രി ഓസ്ട്രിയയിൽ ഒരു ജോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രിയ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രിയിൽ പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി, സ്ലോവേനിയ, ഇറ്റലി ഈ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രിയ. ഓസ്ട്രേലിയയിൽ ഏകദേശം ആവറേജ് സാലറി എന്ന് പറയുന്നത് 3000 യൂറോ ആണ്. സ്കിൽഡ് അൺസ്കിൽഡ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ ഉള്ളതായാണ് 2024 പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ ആവശ്യം വരുന്നില്ല. ഓസ്ട്രേലിയ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ സ്പോൺസർ ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. 1 വർഷം മുതൽ 5 വർഷം വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വിസ ലഭിക്കുക. അത് ഏത് തരത്തിലുള്ള വർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻസിനും കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ലീഗലി ഫുൾ ടൈം നിങ്ങളുടെ ഡിപ്പെൻസിന് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഓസ്ട്രിയ വർക്ക് വിസ ഉണ്ടെങ്കിൽ മറ്റ് 29 യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയി ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ മൂവ് ചെയ്താലുള്ള ബെനിഫിറ്റ് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സേഫ്റ്റി തന്നെയാണ്. നല്ലൊരു കംഫർട്ടബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ലഭിക്കും. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നത്. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരെ, അത് UG PG ഏതുമായിക്കോട്ടെ, ഫ്രീ ട്യൂഷൻ തന്നെയാണ്. ടാക്സ് നോക്കുകയാണെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ് അപേക്ഷിച്ച് വളരെ കുറവ് തന്നെയാണ്. ഏകദേശം 20% ഓസ്ട്രേലിയയിൽ ടാക്സ് ആയിട്ട് വരുന്നത്. ഇത് ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 25% ഓസ്ട്രേലിയൽ ടാക്സ് കുറവ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരു ജോലി ലഭിച്ച് ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏൺ ചെയ്യുന്ന 12,465 യൂറോയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഇനി 4 തരത്തിലുള്ള വിസ ടൈപ്പ് ആണ് ഓസ്ട്രേലിയയിൽ വരുന്നത്. റെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് 1 വർഷമായിരിക്കും ഈ വിസയുടെ കാലാവധി വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് വർക്ക് പെർമിറ്റ് 2 വർഷമായിരിക്കും ഈ വിസയുടെ വാലിഡിറ്റി. മൂന്നാമതായി വരുന്നത് അൺറെസ്ട്രിക്റ്റഡ് വർക്ക് പെർമിറ്റ് ആണ്. 5 വർഷമായിരിക്കും ഈ വിസയുടെ കാലാവധി വരുന്നത്. നാലാമതായി വരുന്നത് റെഡ് വൈറ്റ് റെഡ് കാർഡ് ആണ്. 2 വർഷമായിരിക്കും ഈ വിസയുടെ കാലാവധി വരുന്നത്. റെഡ് വൈറ്റ് റെഡ് കാർഡ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിന്റെയും റെസിഡൻസ് പെർമിറ്റിന്റെയും കോമ്പിനേഷൻ ആണ്. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിന്റെ കോൺട്രാക്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2024 ഓസ്ട്രേലിയയിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോലികൾ ഇതൊക്കെയാണ്. ഈ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോലികളെല്ലാം ഓസ്ട്രിയ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയെല്ലാം ഈ ഷോർട്ടേജ് ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ആവശ്യം വരുന്നില്ല. ഇനി ഒരു ജോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയി ഒരു ഏജന്റിന് സഹായമില്ലാതെ എങ്ങനെ നമുക്ക് തന്നെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് Europe.eu എന്ന് അടിക്കുക. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫൈൻഡ് ജോബ്സ് ഇൻ യൂറോപ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജോബുകൾ കാണിക്കുന്നുണ്ട്. അതിൽ കൺട്രീസ് എന്നുള്ളത് നമുക്ക് യൂറോപ്യൻ കൺട്രീസ് ഏതും സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഓസ്ട്രിയയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ജോബ്സ് ഏതൊക്കെയാണോ അതൊക്കെ നമുക്ക് കാണിക്കും. ഈ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ ഇപ്പോൾ ഒരുപാട് ജോബുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. മാനേജർ, ന്യൂസ് ലെറ്റർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ജോലികൾ ഇതിലിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ജോലിയായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഡ്രൈവർ എന്നുള്ള ജോബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്തൊക്കെ വേക്കൻസിയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഡ്രൈവറിലും അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസികൾ വരുന്നുണ്ട്. ബസ് ഡ്രൈവർ, ട്രക്ക് ഡ്രൈവർ, അങ്ങനെ വേക്കൻസീസ് ഈ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ അപ്ലൈ ആവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ട്രക്ക് ഡ്രൈവർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ജോബ് ഓവർവ്യൂ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ, കോൺട്രാക്ട് ടൈപ്പ് എല്ലാം നമുക്കിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ വായിച്ച് നോക്കി മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഇവർ അപ്ലൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമെയിൽ ID ഒരെണ്ണം മെൻഷൻ ചെയ്തിട്ടുണ്ട്. v.poc@ എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ID മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഇമെയിലിലോട്ട് നമുക്ക് നമ്മുടെ CV കവർ ലെറ്റർ അയക്കാം. CV ചെയ്യുമ്പോൾ CV ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV തന്നെ ആയിരിക്കണം. അങ്ങനെ ഒരു CV ചെയ്ത് കവർ ലെറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇനി നമുക്ക് ഇൻഡീഡിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളിതിന് വേണ്ടി വിയന്ന എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ജോബ് വേണമെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സ്കിൽഡ് അൺസ്കിൽഡ് ഏത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ജോലികൾ കാണിക്കുന്നുണ്ട്. ക്ലീനർ, റിസപ്ഷനിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇങ്ങനെ സ്കിൽഡ് അൺസ്കിൽഡ് എല്ലാ ജോലികളും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണിക്കും. അപ്പോൾ ഇതിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് പറ്റിയ ജോബാണോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ജോബ് പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്തി പ്രോസസ്സാണ്.
നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇട്ടാലായിരിക്കും നമുക്ക് ഒരു റിപ്ലൈ തന്നെ വരുന്നത്. അത് 1-2 ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് റിപ്ലൈ വരണം എന്നില്ല. നമ്മൾ കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റിപ്ലൈ കിട്ടുക. ഇതിലിപ്പോൾ നമുക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇവരുടെ മെയിൽ ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് ഐ ഡി വെച്ചുകൊണ്ട് ആ മെയിലോട്ടും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണ്ടിന്യൂ ടു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. ഞാനത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല എൻ്റെ പേരിൽ. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടി, ഡെമോ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ട് കണ്ടിന്യൂ ടു അപ്ലിക്കേഷൻ അത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യാം. ഇല്ല, ഇവിടെ എല്ലാ ജോബിനും മാറി മാറി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചെയ്താലാണ് നമുക്ക് റിപ്ലൈ വരുന്നത്. ഒരു ഏജന്റിന് സഹായമില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു ഏജന്റിനെ കൊണ്ട് പൈസ കൊടുക്കാനായിട്ട് നമ്മുടെ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്